അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഒരു ഗൈഡിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്, നല്ല ബെസ്റ്റ് ഗൈഡാണ്. അപ്പോൾ ഇനി എവിടം വരെ എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇങ്ങനെ ഓരോരോ ഇതായിട്ട് മറ്റേ എൻട്രി ടിക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. ഓൺ ദ വേ ഞാൻ ഇവിടെ എത്തി കാണിച്ചു തരാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ പിന്നെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഈ കവർ ഇത് നമ്മുടെ എന്താ പറയുക ഷൂസ് അലൗഡല്ല, അകത്ത് അലൗഡല്ല. അപ്പോൾ അത് കാരണം ഒരു സെറ്റ് ഇത് കവർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ 2 ഷൂവും കവർ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനെന്ന് പറഞ്ഞു. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ബാക്കി ഇനി എന്തൊക്കെ പറയുന്നുള്ള നോക്കേണ്ടതനുസരിച്ച് ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ അകത്തേക്ക് കയറാൻ പോകണം. പിന്നെ ബാഗ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന കാരണം എനിക്കിപ്പോൾ ബാഗ് അവിടെ കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഓൺ റിസ്ക് ആണെന്ന് പറഞ്ഞു. കൊടുത്താലും നമുക്ക് അത്ര സേഫ്റ്റി ഒന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് കൊടുക്കാനൊരു മനസ്സില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ആദ്യം ബാക്കിയുള്ളവർ കയറിയ ശേഷം ഞാൻ ബാഗ് വലിയ കൊടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു, ഒരാളുടെ കൊടുത്തിട്ട്. അപ്പോൾ അത് കാരണം ബാഗ് കൂടെ ഞാൻ കൊണ്ടുപോകുന്നു. എനിക്ക് കൊടുത്തിട്ടൊരു സമാധാനമില്ല. അപ്പോൾ എന്തായാലും കയറാൻ പോവാണ്. നമ്മളിപ്പോൾ ഈ വണ്ടിയിലാണ് കയറി അകത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പോയിട്ട് ഇപ്പം ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇതിൽ അവിടെ പോകണം. നമ്മളെന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറാൻ പോവാം. നോക്കാം ഉണ്ടാവും. ഒരാൾക്ക് 250 രൂപയാണ് എൻട്രി ഫീസ്. വേൾഡ് ഹെറിറ്റേജ് ഡേ ആയതുകൊണ്ട് 50 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ ഒരാൾക്ക് 200 എൻട്രി ഫീസും കൊടുക്കണം. പിന്നെ എൻട്രി ഫീസും കൊടുക്കണം. അങ്ങനെ ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് ആയിട്ട് ഭാഗ്യമുണ്ട്. എന്നാലും നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഫ്രണ്ടിൽ പോകേണ്ട തൊപ്പി വെച്ച ആളാണ് നമ്മുടെ ഗൈഡ്. നമ്മളെന്തായാലും നടന്ന് പൊക്കോണ്ടിരിക്കണം. എന്താ പറഞ്ഞത്? നമ്മുടെ ആഗ്രയുടെ സർക്കിളിലുള്ള ഇതിൻ്റെ സർക്കിളിലുള്ള വണ്ടികൾ മാത്രം പെട്രോൾ വണ്ടികൾ അകത്തോട്ട് വിടും. ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കണ്ടേ? ഈ വലിയ ടിക്കറ്റ് ഇനി വേണ്ട. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ബാഗ് ചെക്ക് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. നമ്മളെയും ചെക്ക് ചെയ്തു ബാഗും ചെക്ക് ചെയ്തു. ആദ്യം ബാഗ് അകത്ത് കയറ്റാൻ പറ്റുന്നതല്ല. അപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം സ്കാൻ ചെയ്തപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് ക്ലിയറായി. ഇനിയിപ്പോൾ 1974. In your mind, image of Taj is white, but in reality, it's creamy and yellow because of accident, because of pollution. To impress the Donald Trump, they did these things. 4 years ago, Donald Trump came here. Before that, nothing was there. Normal entrance, just go straight. Now, year by year, you all can see some changes are there. Come, sir. വിട്ടു അന്ന കൊച്ചിങ് വന്നാണ് കൈ വിട്ടു പോയാലേ കിട്ടാനാണ്. ഓരോ വർഷമല്ല മെയിൻ്റനൻസ് നടക്കുന്ന അനുസരിച്ചിട്ടുള്ള ഫോട്ടോസാണ് ഇവിടെ 15 ഈ കൊടുത്തേക്കുന്നത്. ഡാമേജ് ആവുന്നത്. Keep distance from monkeys. അങ്ങോട്ട് But it's not a painting. These are semi-precious stone engraved. 1.5 inches inside this work is inlay work.
This is the work due to which Taj has been honored by the 7 Wonders of the world. After Taj Mahal, I need your 10 minutes. I'll take you ticket free. And brother, if you come here in full moon, ma'am, when the ray of moon come on these gems, the stone will be spark and shine. It's looking At more what- beautiful. At what time? Yes, sir. Early morning. Yes, sir. In full moon. Full moon. And see, if our luck is good, after 1 hour, when we reach in white building, ma'am, if the അപ്പം നമ്മളിതേ താജ്മഹൽ കാണാനായിട്ട് കയറുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? വെട്ടം കാരണം ക്ലിയറായിട്ട് കിട്ടുന്നില്ല അല്ലേ? താജ്മഹൽ അങ്ങനെ നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ടിലെത്തി.